ഹലോ, ഞാൻ സുലു. ഇന്ന് ഡെൻഡ്രോബിയം സീഡ്ലിംഗ് ചെടികളുടെ പോട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരാഴ്ചത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സീഡ്ലിംഗ് തൈകൾ എങ്ങനെ പോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കോംബോ ഓഫർ ഇറക്കിയപ്പോൾ ഒരുപാട് പേർക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ചെടികൾ. അപ്പോൾ അതിലും പകുതിയും തുടക്കക്കാരാണല്ലേ, പുതുതായിട്ട് വാങ്ങിയവരായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെ ഓർക്കിഡ് പോട്ട് ചെയ്യണം, അല്ല എത്ര സൈസുള്ള പോട്ട് വേണം, ഏതൊക്കെ മീഡിയമാണ് നല്ലത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിവ് കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് സീഡ്ലിംഗ് തൈകൾ ഏതൊക്കെ വിധത്തിൽ പോട്ട് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം കോംബോ ഓഫറൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ചെടികൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ അതേ ഓഫറിന് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ചെടികൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത നമ്പറിലുമായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ഇതുപോലത്തെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ സീഡ്ലിങ്സ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്ന് അതിൻ്റെ റൂട്ടൊന്ന് നനയ്ക്കുന്നതാണ് നല്ലത്. അതിനുശേഷം കണ്ടില്ലേ, ഇതുപോലെ ഒരു 3 ബ്രാഞ്ച് 2 ബ്രാഞ്ച് അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടൊരു സ്റ്റെമ്മും ഒരു റൂട്ടും ഉള്ള ചെടിയാണെങ്കിൽ നല്ല രീതിയിൽ വളരുന്നതാണ്. അതിന് 2-3 സ്റ്റെമ്മുകളോ അല്ലെങ്കിൽ ഷൂട്ടുകളോ ലീഫുകളോ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ സീഡ്ലിങ്സ് കിട്ടുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു പോട്ടിലായിരിക്കും കിട്ടുക. അതുപോലെ ഇത് കണ്ട് തൊണ്ടിൻ്റെ കൂടെ നല്ല റൂട്ടഡ് ഇറങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ ചെടിയായിരിക്കും സീഡ്ലിങ്സ് ആയിട്ട് ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നത്. ചിലർക്ക് പോട്ട് കാണില്ല. അപ്പോൾ ഇത് പോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു ഓർക്കിഡ് പോട്ടുകളാണ്, ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വലുപ്പത്തിലുള്ള കുഞ്ഞു ഓർക്കിഡ് പോട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ചെടിയെക്കാട്ടി ഒരുപാട് വലുപ്പമുള്ള പോട്ടുകൾ ഉപയോഗിക്കരുത്. ചെടിയുടെ സൈസിനനുസരിച്ച് പോട്ടുകൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. 2 രീതിയിലുള്ള പോട്ടിങ്ങാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യത്തെ പറഞ്ഞാൽ നമ്മുടെ കരിയും ഓട് പീസുകളും മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു രീതി ചെയ്യാൻ കാരണം പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒച്ചിൻ്റെ ശല്യവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലത്. ഈ തൊണ്ടിൻ്റെ പീസിലും അവിടേക്കാണ് ഒച്ചുകൾക്ക് വേഗം ഒളിച്ചിരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നല്ല സാഫിൽ കഴുകിയെടുത്ത പീസുകളാണ്. എന്നിട്ട് അടിയിൽ കുറച്ച് ഡ്രെയിനേജ് പോകുന്ന രീതിയിൽ കുറച്ച് ഓടും കരി പീസുകളും ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെടി വയ്ക്കുക. അതെൻ്റെ ഈ ചെടിയുടെ തണ്ട് കിളിച്ച് വരുന്ന ഭാഗം നമ്മുടെ പോട്ടിൻ്റെ ആ ലെവലിൽ മുകളിലെ ലെവലിലായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ബാക്കി ഭാഗങ്ങളും നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. അതായത് ചെടി അനങ്ങാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ കിളിച്ച് വരുന്ന പുതിയ തണ്ടുകളൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മേലോട്ട് കിളിച്ച് വരും. അതുപോലെ റൂട്ട് താഴോട്ട് നന്നായിട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഒച്ച് വരാതിരിക്കാൻ ഏറ്റവും നല്ല പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് റൂട്ട് നന്നായി വരികയും ചെയ്യും. നമ്മൾ കരിയൊക്കെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ചെടിക്ക് ആവശ്യമുള്ള തണുപ്പ് കിട്ടുന്നതും. അതുപോലെ ഒരുപാട് വെള്ളം ഉള്ളതാക്കി എക്സസ് ആയിട്ട് ഓടിൻ്റെ പീസുകൾ വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പോട്ട് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കും, എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ സാധിക്കാത്തവർക്ക് കൂടുതലും തൊണ്ടിൻ്റെ പീസ് വെച്ചിട്ട് പോട്ട് ചെയ്യുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഈ ഒരു പോട്ടിങ് രീതി ഇതാണ്. ഇത് നല്ല ടൈറ്റായിട്ട് വെച്ചാൽ പിന്നെ നല്ല രീതിയിൽ റൂട്ട് ഇറങ്ങി നല്ല ബുഷിയായിട്ട് ചെടി വളർന്ന് കിട്ടുന്നതാണ്. അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ തൊണ്ടിൻ്റെ പീസ് വെച്ചിട്ടാണ് കൂടുതലായിട്ടും എല്ലാവരും അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒച്ചിൻ്റെ ശല്യമുള്ള ഇതിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയത് ഈ തൊണ്ടിൻ്റെ പീസിൻ്റെ ഇടയിലേക്ക് ഒച്ച് ഒളിച്ചിരിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് വീണ്ടും പൊങ്ങി വന്ന് ചെടി കടിക്കുന്നു, അങ്ങനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോട്ട് ചെയ്തപ്പോൾ ഒച്ചിൻ്റെ ശല്യം കുറച്ചും കൂടെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ മഴ സമയത്ത് ഈ തൊണ്ടിൻ്റെ പീസിൽ ഒരുപാട് ഈർപ്പം നിൽക്കും. അപ്പോൾ നമുക്ക് പോട്ടിങ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ചെടിയെ വേറെ സ്ഥലത്തായിട്ട് മാറ്റി വെക്കേണ്ടി വരും. കാരണം തൊണ്ടിൽ ഒരുപാട് ഈർപ്പം നിൽക്കും. അപ്പോൾ അത് ഫംഗസ് ബാധതയോ അല്ലെങ്കിൽ ഈർപ്പം കൂടി ചീച്ചിൽ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ചുള്ള പോട്ടിങ്ങാണ് നമുക്ക് നല്ലത്. ഇവ നമ്മൾ ഒരു ദിവസം മാറി നിൽക്കുന്ന അവിടെയൊക്കെ ആണെങ്കിൽ തൊണ്ട് കഴുകുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചെങ്കിലും ആ ഒരു നനവും ഈർപ്പവും കൊണ്ടിട്ട് ചെടി നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ 2 രീതിയായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊണ്ടിൻ്റെ രീതിയാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു.
അപ്പോൾ അടുത്തൊരു പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, തൊണ്ടിൻ്റെ പീസ്. ഇത് ഞാൻ വാങ്ങിയതാണ്, അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ തൊണ്ട് നന്നായിട്ട് കഴുകി 2 ദിവസം വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ കറ കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് നമുക്ക് ആ പോട്ടിൻ്റെ സൈസിൽ കട്ട് ചെയ്യാം. ഇത് ഞാൻ വാങ്ങിയതായതുകൊണ്ടാണ് ഇത്രയും ചെറിയ പീസായിട്ട് നിൽക്കുന്നത്. ഇത് നന്നായിട്ട് ഫംഗിസൈഡിലൊക്കെ കഴുകിയെടുത്ത പീസാണ്. അപ്പോൾ ഇതുപോലെ അടിയിൽ നമ്മൾ കരിയൊക്കെ ഉപയോഗിച്ചിട്ട് സൈഡിൽ മൊത്തം ഈ തൊണ്ടിൻ്റെ പീസ് കൊണ്ട് നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് വയ്ക്കുക. കണ്ടില്ലേ, ഇതും നല്ലൊരു രീതിയാണ്. ചെടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പോട്ടിംഗ് മീഡിയം തന്നെയാണ്. പക്ഷേ ഒച്ചിൻ്റെ കാര്യവും അതുപോലെ ഈർപ്പത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികളിലും കൂടുതലായിട്ട് തൊണ്ടിൻ്റെ പീസ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ടൈറ്റായിട്ട് നിന്നാൽ പിന്നെ വേരുകളെല്ലാം നല്ലോണം വളരും. അപ്പോൾ ഈ ഒരു 2 രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 2 രീതിയിൽ ഏത് നമുക്ക് ഉപയോഗിച്ചാലും ചെടി നല്ല രീതിയിൽ വളരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോട്ടിൻ്റെ സൈസ് നോക്കണം. കാരണം ഈ ഒരുപാട് വലിയ പോട്ടുകൾ ഉപയോഗിക്കാതെ കുഞ്ഞു പോട്ടിൽ വളർത്തി ആ ചെടി ബുഷായ ശേഷം മാത്രമേ നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റി വെക്കേണ്ടതുള്ളൂ. എനിക്കറിയാവുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതുണ്ടല്ലോ, ഇത് അതുപോലെ പോട്ട് ചെയ്ത് നേരത്തെ വെച്ചിരുന്ന ചെടികളാണ്. ഇതിലൊക്കെ കണ്ടില്ല, റൂട്ട് ഇറങ്ങി തുടങ്ങി. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളാണ്. നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ചെടി കിട്ടി കുറച്ച് പോട്ട് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ചെടി നശിച്ചു പോയി എന്ന് വിചാരിക്കരുത്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടും ഒരു സ്റ്റെമ്മും ഉണ്ടെങ്കിൽ വീണ്ടും അതിൽ നിന്ന് കിളിച്ച് വരുന്നതാണ്. അതുപോലുള്ള ചെടികളുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലേ, നല്ലോണം വേരെ ഇറങ്ങി പുതിയ തണ്ടുകളൊക്കെ വന്ന് നല്ലോണം കിളിച്ച്. ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ നശിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ സൈഡിൽ നിന്ന് കണ്ടോ പുതിയൊരു തൈ കളിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ നിന്നുമൊക്കെ ഉറപ്പായിട്ടും അതിൻ്റെ പുതിയ തൈകൾ കിളിച്ച് വരുന്നതാണ്. നല്ലൊരു സ്റ്റെമ്മും നല്ലൊരു റൂട്ടും ഉണ്ടെങ്കിൽ ഡെൻഡ്രോബിയം ചെടികൾ ഒരിക്കലും അങ്ങനെ നശിക്കുന്ന ചെടികളല്ല. അപ്പോൾ ഈ ഒരു ചെടി കണ്ടില്ലേ, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലെ ഉണ്ടാവും അല്ലേ. ഇത് കണ്ടില്ലേ, ഇത് അവർ തൊണ്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ പ്ലാന്റായി. ഇത് നമുക്കിനി വലിയ പോട്ടിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. നല്ലോണം റൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുറേ നാളും പഴക്കമുള്ള ചെടിയാണ്. അപ്പോൾ ആ രീതിയിൽ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ ഇടയിലൊക്കെ ഒച്ച് കയറി ഇരിക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കി നോക്കണം. അപ്പോൾ ഒച്ചുണ്ടെങ്കിൽ അതിൽ വേഗം മേളോട്ട് കയറി വരും. അപ്പോൾ ഏതൊരു രീതിയാണെങ്കിലും നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളരുന്നതാണ്. ഇനി ഒരുപാട് രീതികളുണ്ട്. നമുക്ക് ഏറ്റവും ചെടികൾക്ക് ഇഷ്ടമുള്ള ഓർക്കിഡ് ചെടികൾക്ക് ഇഷ്ടമുള്ള രീതി എന്ന് പറഞ്ഞാൽ മരക്കമ്പിൽ കെട്ടിവെക്കുന്നതാണ്. അല്ലെങ്കിൽ കോണുകളുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പുള്ള പോട്ടിങ് രീതികളുണ്ടല്ലേ. അപ്പോൾ ചെടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതി എന്ന് പറഞ്ഞാൽ മരക്കമ്പിൽ കെട്ടിവെച്ച് നല്ല ബുഷായിട്ട് വളരുന്ന കണ്ടില്ലേ ഇതുപോലെയൊക്കെ. അപ്പോൾ അതിന് മീഡിയ ആവശ്യമില്ല, ആ മരക്കമ്പ് മാത്രം മതി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതുപോലെ പോട്ടുകളിൽ വെക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞു, ഇത് തുടക്കക്കാർക്ക് ഓർക്കിഡ് പുതുതായിട്ട് വളർത്തുന്നവർക്കുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇത് ഷെയർ ചെയ്തത്. ഇനി ഒരുപാട് രീതികളുണ്ട് പോട്ടിങ് രീതിയായിട്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് രണ്ടുമാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഒരുപാട് പേര് ചെടി വാങ്ങിച്ചപ്പോൾ പോട്ടിങ് രീതി എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുക്കുകയെന്ന് വാട്സപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ തുടക്കക്കാർക്ക് ഒരുപാട് സഹായകമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കോംബോ ഓഫർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ചെടി അയച്ചു കൊടുത്തു. പകുതിയായപ്പോൾ എൻ്റെ ചെടികളൊക്കെ തീർന്നു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോംബോ ഓഫർ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ല, ഈ ഒരു പോട്ടിങ്ങിൽ തന്നെ കണ്ടില്ല പൂക്കളൊക്കെ കുഞ്ഞതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 1-2 പൂക്കളൊക്കെ കുഞ്ഞു പൂക്കളായിരിക്കും. സ്റ്റെമ്മൊക്കെ ചെറുതും 1-2 പൂക്കളെ കാണത്തുള്ളൂ. പിന്നീട് ചെടി ആരോഗ്യത്തോടെ വളരുന്നതനുസരിച്ചാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ പുതിയ ചെടികൾ വാങ്ങി പോട്ടിങ് തൊട്ട് അത് വളർത്തുന്ന രീതി വരെ ഓരോ എപ്പിസോഡായിട്ട് ഇടയ്ക്ക് എല്ലാ ആഴ്ചയും ഇടയ്ക്ക് ഓരോ വീഡിയോ വെച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോട്ടിങ്ങാണ് കാണിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ അതിൻ്റെ വളർച്ചയ്ക്കുള്ള മരുന്നുകളെക്കുറിച്ചും കെയറിങ്ങിനെക്കുറിച്ചും അങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ അതൊരു ഓർക്കിഡ് പുതുതായിട്ട് വാങ്ങി വളർത്തുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്